നിയമ ഉപദേശങ്ങൾ പാർട്ട് 3. അപ്പോസ്തലിക ഉപദേശത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ദൈവമക്കൾ സഭയോട് കൂട്ടായ്മ അനുഷ്ഠിക്കുന്നവരായി മാറണം. ആത്മീയമായും ഭൗതിക നന്മകളാലും നാം ദൈവസഭയിൽ കൂട്ടായ്മ പങ്കിടുന്നവരായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 32-ാം വചനത്തിൽ പഠിപ്പിക്കുമ്പോൾ, വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരിക്കുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഈ വചനഭാഗത്തിലൂടെ ഒരു ആത്മീയ കൂട്ടായ്മ അകത്ത് കാണപ്പെടുന്ന ഐക്യതയെ വെളിപ്പെടുത്തുന്നു. എല്ലാ വകകളിലും നമുക്ക് ദൈവസഭയോടു കൂടെയുള്ള കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ഏത് നന്മയിലും തിന്മയിലും ദൈവജനം തമ്മിൽ ഐക്യവും കൂട്ടായ്മയും ഉള്ളവരായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി സഭയോട് വിളിച്ചു പറയുന്ന കാര്യം വളരെയധികം ശ്രദ്ധേയമാണ്. ഫിലിപ്പിയർ 4:14 എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തലൻ്റെ ജീവിതത്തിലുണ്ടായ കഠിന പ്രതിസന്ധിയുടെ നടുവിൽ ശ്രദ്ധയോടുകൂടി കൂട്ടായ്മ ആചരിച്ചതിനാലാകണം ദൈവവൃദ്ധൻ ഇങ്ങനെ വിളിച്ച് അറിയിക്കുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. അതുപോലെ തന്നെ ആത്മീയ ചിന്തയിലും കൃപയുള്ളവൻ എളിയ സഹോദരനെ തള്ളിക്കളയാതെ അവനെയും ചേർത്ത് കൊള്ളട്ടെ എന്ന് നാം വായിക്കുന്നുവല്ലോ. കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നാം കരുതേണ്ടത് ആവശ്യമാണ്. മടുപ്പില്ലാത്ത പരസ്പര കൂട്ടായ്മ ആചരിക്കുവാൻ നാം മറന്നു പോകരുത്. കൂട്ടായ്മ ആചരിച്ച് പരസ്പര ഐക്യമത്യത്തോടും ആത്മീയ ബലത്തോടും മുന്നോട്ട് ഗമിക്കുന്ന ദൈവസമൂഹത്തിൽ നൽകപ്പെട്ട ഏറ്റവും പാവനമായ ശുശ്രൂഷയാണ് അപ്പം നുറുക്കൽ. നമ്മുടെ രക്ഷിതാവായ ദൈവപുത്രൻ നമുക്ക് ദൃഷ്ടാന്തമായി തന്ന മഹത്തായ ശുശ്രൂഷയാണല്ലോ ഇത്. കർത്താവിൻ്റെ ഓർമ്മയ്ക്കായി നാം വിശുദ്ധിയോടും ശുദ്ധ മനസാക്ഷിയോടും കൂടി കൈക്കൊള്ളേണ്ടതാണ് തിരുവത്താഴ് ശുശ്രൂഷ. മത്തായി 26:26 മുതലുള്ള വചനഭാഗങ്ങളിൽ കർത്താവായ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. മത്തായി 26:26 മുതൽ 29, മാർക്കോസ് 14:22 മുതൽ 25, ലൂക്കോസ് 22:19-20, യോഹന്നാൻ 13:1 മുതൽ 11, അപ്പോസ്തല പ്രവൃത്തി 2:41-42 എന്നിങ്ങനെ തുടർച്ചയായ 5 പുസ്തകങ്ങളിലും തിരുവത്താഴ് ശുശ്രൂഷയെക്കുറിച്ച് പ്രതിപാദിക്കപ്പെടുന്നു. അപ്പം നുറുക്കൽ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവർ ദൈവസന്നിധിയിൽ ശുദ്ധ മനസാക്ഷിയുള്ളവരായിരിക്കണം. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 27 മുതലുള്ള വചനങ്ങളിൽ നാം ശ്രദ്ധയോടെ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അയോഗ്യമായി നമുക്ക് കർത്താവിൻ്റെ ശരീരത്തോടോ രക്തത്തോടോ സമീപിക്കുവാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്താൽ കർത്താവിൻ്റെ രക്തവും ശരീരവും സംബന്ധിച്ച് നാം കുറ്റക്കാരായി തീരുന്നു. അതോടൊപ്പം ഓരോ തവണയും നാം നമ്മുടെ ശരീരത്തെ വിവേചിക്കണം. അങ്ങനെ ചെയ്യാഞ്ഞാൽ അപ്പം നുറുക്കൽ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ ബലഹീനതയ്ക്കും രോഗത്തിനും മാത്രമല്ല മരണത്തിനും വരെയും കാരണമായി മാറുന്നു. എന്നാൽ വിശുദ്ധിയോടും വേർപാടോടും കൂടെ നാം ഇത് ആചരിക്കണമെങ്കിൽ ആത്മീയ ഭൗമിക ബലത്തിന് നന്മയ്ക്കും ഇത് മുതൽക്കൂട്ടാകപ്പെടും. ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. തുടർന്നും കാണുക. ദൈവത്തിന് മഹത്വം.